പല ആളുകളും തെറ്റിദ്ധരിക്കാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് അതിനൊരു കൃത്യമായ ക്ലാരിഫിക്കേഷൻ വീഡിയോ ചെയ്യുന്നത്. ചത്തുപോയതെല്ലാം, ജീവൻ പോയതെല്ലാം നജസാണ്, അത് മുഴുവനും കഴിക്കാൻ പാടില്ലാത്തതാണ് എന്ന് ഒരിക്കലും ഇസ്ലാം പറഞ്ഞിട്ടില്ല. മത്സ്യം, അതുപോലെ ജറാദ് എന്ന് പറഞ്ഞൊരു കിളിയുണ്ട്. ഇത് രണ്ടും സ്വാഭാവികമായി ജീവൻ പോയാലും ചത്തുപോയാലും മറ്റൊരാൾ കൊന്നാലും ഇത് രണ്ടും നമുക്ക് ഭക്ഷണയോഗ്യമാണ്, ഭക്ഷിക്കാമെന്നതാണ് ഇസ്ലാമിൻ്റെ നിയമം. മത്സ്യം കടലിൽ നിന്ന് ചത്തതിന് ശേഷമാണല്ലോ നമുക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ കരയിലേക്ക് പിടിച്ചുകൊണ്ടുവരുന്ന സമയത്ത് തന്നെ അതിൻ്റെ ജീവൻ പോകുമല്ലോ. മറ്റൊരാൾ ബിസ്മി ചൊല്ലി അറുക്കാത്തതാണല്ലോ, അത് മുസ്ലിമിന് നിഷിദ്ധമാണല്ലോ എന്ന രൂപത്തിൽ ഇസ്ലാം എവിടെയും പറഞ്ഞിട്ടില്ല. മത്സ്യം അത് സ്വയം ജീവൻ പോയാലും അതിനെ മനുഷ്യൻ പിടിച്ചുകൊണ്ടുവന്ന് കൊന്ന് തിന്നു കഴിഞ്ഞാലും ഇത് രണ്ടും പ്രശ്നമല്ല, അത് ഭക്ഷ്യയോഗ്യമാണ് എന്നാണ് ഇസ്ലാമിൻ്റെ നിയമം. അത് പ്രത്യേകമായി ഇസ്ലാമിൻ്റെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാമിനെ സംബന്ധിച്ച് കൂടുതൽ അറിയില്ലെങ്കിൽ കൃത്യമായി അതിനെ പഠിക്കാനെങ്കിലും ശ്രമിക്കുക. ആ വിഷയത്തിൽ ദീനിൻ്റെ നിയമം എങ്ങനെയാണ് എന്നെങ്കിലും ഒന്ന് അന്വേഷിക്കാൻ ശ്രമിക്കുന്നത് നന്നായിരിക്കും. പ്രിയമുള്ള സഹോദരങ്ങളോട് പറയുകയാ, അയൽവാസി വീട് പണിയുമ്പോ, അവർക്ക് സമ്പത്തുണ്ടാകുമ്പോ, കുടുംബത്തിൽ ആരെങ്കിലും ഒരാൾ നന്നാകുമ്പോ, സുഹൃത്തുക്കളുടെ കച്ചവടത്തിന് ബറക്കത്തുണ്ടാകുമ്പോ സിഹ്ർ ചെയ്യുന്നവരോട് പറയുകയാ, അത് വൻ പാപമാ, അവരെ നരകത്തിലേക്കുള്ളവരാ. അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാ, സിഹ്ർ ചെയ്യല്ലേ, സിഹ്ർ ചെയ്യല്ലേ വാപ്പമാരെ, ചെയ്യാൻ എളുപ്പമാ, അതിൽ നിന്ന് ഊരി വരാൻ വല്ലാത്ത പ്രയാസമാ. നമ്മളെല്ലാവരും ഏർവാടിയിൽ പോയവരാ, ഏർവാടിയിൽ സിയാറത്തിന് പോകുന്നവരാ, ബാദിഷാ തങ്ങളുടെ ചാരത്ത് പോയി സിയാറത്ത് ചെയ്യുന്നവരാ, ഏർവാടിയിൽ സിയാറത്ത് പോയവരെ, ഭീമാപ്പള്ളിയിൽ സിയാറത്തിന് പോകുന്നവരെ, ഏർവാടി മക്കാമിന്റെ ചുറ്റും ഇങ്ങനെയുണ്ടല്ലോ ഒരുപാട് പാവങ്ങളോ. പഠിച്ചവനെ കരഞ്ഞുകൊണ്ട് അലറി വിളിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് ഓടുന്ന രംഗങ്ങള് ഞാനും നിങ്ങളും കാണുന്നതാ. അതെന്തുകൊണ്ടാ? അത് സിഹ്ർ ഏറ്റവരാ. അല്ലാഹുവേ, സിഹ്ർ പോലുള്ള മാരകമാകുന്ന വിപത്തിനെ തൊട്ടു കാക്കണേ അല്ലാ. സിഹ്ർ ചെയ്യുന്നവരാരാ നരകത്തിലാ, സിഹ്ർ ചെയ്യുന്നവരാരാ നരകത്തിലാ, സിഹ്ർ ചെയ്തു കൊടുക്കുന്നവരാരാ, അതേത് തലയെക്കെട്ടുള്ളവരാകട്ടെ, അതേത് ഹജ്ജ് ചെയ്തവരാകട്ടെ.